Hi, tips and tricks in Hello sir, എന്താ പരിപാടി? പുതിയ വീഡിയോ ഷൂട്ട് ആണോ? പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത് എൻ്റെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യങ്ങൾ തന്നെയാണ്. കാരണം എൻ്റെ രണ്ടാമത്തെ വീഡിയോ മുതൽ പലരും എന്നോട് ചോദിച്ചിരുന്നത് എങ്ങനെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഈ ബാക്ക്ഗ്രൗണ്ട് സ്ക്രീൻ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നുള്ളത്. സാധാരണ ഉപയോഗിക്കുന്ന ഗ്രീൻ സ്ക്രീൻ കൺസെപ്റ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ ഞാൻ ഈ ഭിത്തിയിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക ഡിസൈൻ നേരത്തെ മുതലുള്ളതാണ് കേട്ടോ, വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതൊന്നുമല്ല. ഈ ഡിസൈൻ ഗ്രീൻ സ്ക്രീൻ പ്രിൻസിപ്പിളിൻ്റെ രീതിയിൽ ഞാൻ ഉപയോഗപ്പെടുത്തി വീഡിയോ എഡിറ്ററിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. അതുപോലെ ഇപ്പോൾ കണ്ട ഈ ഡബിൾ റോൾ ടെക്നോളജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. വീഡിയോ എഡിറ്ററിൻ്റെ ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഒന്നുമല്ല, അത് ഇഷ്ടം പോലെ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. ഞാൻ എങ്ങനെയാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടിപ്സ് ആൻഡ് ട്രിക്സ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. പുതിയ പ്രോജക്റ്റ് ആഡ് ചെയ്യുന്നതിനായി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. 16:9 എന്ന റേഷ്യോ സെലക്ട് ചെയ്യുന്നു. മീഡിയ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ബാക്ക്ഗ്രൗണ്ട് ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. അതിനകത്ത് നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യുകയാണ്. ഇതൊരു ഇമേജ് ആണ്, അതിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ടൈം ലൈനിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതിയാവും. ഇനി നമ്മൾ വീഡിയോ ആഡ് ചെയ്യുകയാണ്. ഇതിനായി നമ്മൾ ലെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. മീഡിയ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോ, നമുക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോ സെലക്ട് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് പിന്നെ എവിടെ പൊസിഷൻ ചെയ്യണം, അതുപോലെ തന്നെ ആവശ്യത്തിന് റീസൈസ് ചെയ്യുക. റീസൈസ് ചെയ്ത് പൊസിഷൻ ചെയ്യുക. ഇപ്പോൾ രണ്ട് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കിടക്കുന്ന നമുക്ക് കാണാം. ഈ ബാക്ക്ഗ്രൗണ്ടിൽ മാറ്റം വരുത്താൻ വേണ്ടി ക്രോമാ കീ എന്ന ഫീച്ചറാണ് ഉപയോഗിക്കുക. വലത് സൈഡിലുള്ള മെനുവിൽ ക്രോമാ കീ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ക്രോമാ കീ സെലക്ട് ചെയ്തു. എനേബിൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൻ്റെ രണ്ട് സ്ലൈഡേഴ്സ് നിങ്ങൾക്ക് അവിടെ കാണാം. ഒന്ന് ഫോർഗ്രൗണ്ടിലും ഒന്ന് ബാക്ക്ഗ്രൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിനുമാണ്. ആദ്യം ബാക്ക്ഗ്രൗണ്ട് സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഒപ്പത്തിൽ തന്നെ 100% വരുന്ന രീതിയിൽ ഫോർഗ്രൗണ്ട് സ്ലൈഡറും അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു സെറ്റിങ്ങിൽ നമ്മൾ പ്ലേസ് ചെയ്യുകയാണ്. തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് നമുക്കിപ്പം വെട്ടം കുറവാണ്, അതുകൊണ്ട് ഇച്ചിരി അഡ്ജസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്യുകയാണ്. ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിനൊപ്പം കോൺട്രാസ്റ്റും കളറും കൂടി അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ഗുണം ലഭിക്കുകയില്ല. അപ്പം ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, കളറുകൾ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ വീഡിയോയുടെ സൗണ്ട് മ്യൂട്ട് ചെയ്യുകയാണ്. കാരണം മറ്റൊരു സൗണ്ടാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഡബ് ചെയ്യുകയാണ് ശരിക്കും. സ്പീക്കർ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൻ്റെ ഓഡിയോ ലെവൽ 0 ആക്കി സെറ്റ് ചെയ്യുന്നു. ഇനി ശബ്ദം ആഡ് ചെയ്യുന്നതിനായി ഓഡിയോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ഫോണിൽ ഉള്ള ഫോൾഡറിൽ ഡൗൺലോഡ് ഫോൾഡറിനകത്ത് ഞാൻ ഇതിൻ്റെ ഡബ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സൗണ്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യുന്നു. V5A4 എന്ന ഫയലാണ് ഞാനിവിടെ ഓഡിയോ ഫയലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ സൗണ്ട് ഫയൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവിടെ ആദ്യമേ ആ പൾസസ് അല്ലെങ്കിൽ വേവ്സ് കാണുന്നില്ല. അപ്പോൾ അത് ആദ്യത്തെ കുറച്ച് പോർഷൻ സൗണ്ട് ഇല്ലാത്തതാണ്. നമ്മൾ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ഇടത് സൈഡ് ശ്രദ്ധിച്ചാൽ അതിൻ്റെ ഇക്വലൈസർ ഇൻഡിക്കേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇക്വലൈസർ നോക്കുക, കണ്ടോ, അവിടെയാണ് തുടങ്ങുന്നത് സൗണ്ട്. അപ്പം അത്രയും പോർഷൻ നമുക്ക് വേണ്ട. അതുകൊണ്ട് ആ സൗണ്ട് ഫയൽ സെലക്ട് ചെയ്യുന്നു. പൾസ് തുടങ്ങുന്നിടത്ത് സിസേഴ്സ് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു. ട്രിം ടു ദ ലെഫ്റ്റ് ഓഫ് പ്ലേ ഹെഡ്. ആ പ്ലേ ഹെഡ് എന്ന് പറഞ്ഞാൽ ആ വരെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ലെഫ്റ്റിലോട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് നമ്മൾ അത് മൂവ് ചെയ്ത് തുടക്കത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷേ സൗണ്ട് ഇവിടെ നേരത്തെ ആരംഭിച്ചിരിക്കുകയാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ സൗണ്ട് തുടങ്ങിയതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അത് സ്വല്പം പുറകോട്ട് മൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് സൗണ്ട് ഫയൽ സെലക്ട് ചെയ്ത് അല്പം ഡ്രാഗ് ചെയ്യുന്നു. ഇപ്പം ഇന്നിവിടെ പറഞ്ഞ ഇപ്പോഴും ശരിയായില്ല. കുറച്ചുകൂടി അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ ആവശ്യമായിട്ടുണ്ട്. ലിപ് റീഡിങ് അനുസരിച്ച് സൗണ്ട് ട്രാക്ക് നമ്മൾ വീഡിയോയ്ക്കൊപ്പം കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത്.
ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അല്ലെങ്കിൽ ആളുകൾക്ക് പെട്ടെന്നത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ സൗണ്ട് ട്രാക്കും വീഡിയോ ട്രാക്കും ഒരേ രീതിയിൽ ലിപ് റീഡിങ്ങിനനുസരിച്ച് ക്രമീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുന്നു. കൃത്യമായിട്ട് നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സ്ക്രീൻ ആഡ് ചെയ്യുകയാണ്. സ്ക്രീൻ ആഡ് ചെയ്യുന്നതിനായിട്ട് ലെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു, മീഡിയ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഞാൻ ഡൗൺലോഡ് ഫോൾഡറിൽ സ്ക്രീനിൻ്റെ ഫ്രെയിമുകൾ ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഫ്രെയിം ചൂസ് ചെയ്യുകയാണ്. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമായ വലിപ്പത്തിൽ ക്രമീകരിക്കുക. ആവശ്യമായ വലിപ്പത്തിൽ ക്രമീകരിക്കുന്നു. അല്പം വലിപ്പം കൂടുതലാണ്, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ അതിനുള്ളിൽ ഒരു വൈറ്റ് ഏരിയ ഫില്ല്, അത് വൈറ്റ് കളർ വെച്ച് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും ലെയർ ഓപ്ഷൻ എടുക്കുന്നു. ഹാൻഡ് റൈറ്റിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. വൈറ്റ് കളറ് ചൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫില്ല് റെക്റ്റാങ്കിൾ ആണ് നമ്മൾ എടുക്കുക. പല ഓപ്ഷൻ അവിടെ ഉണ്ട്. ഫില്ല് റെക്റ്റാങ്കിൾ ഉപയോഗിച്ച് നമ്മൾ ഡ്രോ ചെയ്യുവാണ്. നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ ആ ഫ്രെയിമിനുള്ളിൽ വരണം. അതുകൊണ്ട് അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വരച്ചാൽ നമുക്ക് വീണ്ടും അധികം റീസൈസ് ചെയ്യാതെ അതിനുള്ളിൽ ഫിക്സ് ചെയ്യുന്നതിനായിട്ട് സാധിക്കും. ഇനി അത് സെലക്ട് ചെയ്ത് ആ ഫ്രെയിമിനുള്ളിൽ നമ്മൾ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അല്പം വലിപ്പം കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് ആ ഫ്രെയിമിൻ്റെ വലിപ്പം അല്പം കൂടി നമ്മൾ റീസൈസ് ചെയ്യുവാണ്. ഫ്രെയിമിൻ്റെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ അല്പം സാവധാനം ശ്രദ്ധാപൂർവം ചെയ്താൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് ക്രമീകരിക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ അതാണ്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങളൊന്ന് വീഡിയോ പ്ലേ ചെയ്ത് നോക്കുമ്പം 5 സെക്കൻഡ് കഴിയുമ്പോൾ ഈ ഫ്രെയിം അപ്രത്യക്ഷമാകുന്നതായിട്ട് കാണാം. കാരണം നമ്മൾ ആഡ് ചെയ്യുന്ന ഡീഫോൾട്ട് ഇമേജ് 5 സെക്കൻഡാണ് വരിക. അപ്പോൾ അത് നമ്മൾ നേരത്തെ ആദ്യത്തെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തതുപോലെ എക്സ്റ്റെൻഡ് ചെയ്യുക. വീഡിയോയ്ക്കൊപ്പം എത്തുന്ന രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യുക. അല്പം കൂടി എത്തേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പം നീളം കൂടിപ്പോയി. അതുകൊണ്ട് അത് സെലക്ട് ചെയ്തിട്ട് നേരത്തെ ഉപയോഗിച്ച പോലെ സിസർ ടൂൾ എടുക്കുക. ട്രിം ടു ദ റൈറ്റ് ഓഫ് പ്ലേ ഹെഡ്. പ്ലേ ഹെഡിന് വലതുവശത്തുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് നീക്കുകയാണ്. അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൻ്റെയും വലതുവശം നമ്മൾ കട്ട് ചെയ്ത് നീക്കി. ഓക്കെ, ഇനി നമ്മൾ ഫില്ല് ചെയ്യാൻ ഉപയോഗിച്ച വൈറ്റ് ഏരിയയെ ഇപ്രകാരം എക്സ്റ്റെൻഡ് ചെയ്ത് വീഡിയോയ്ക്കൊപ്പം എത്തിക്കുകയാണ്. അല്പം കൂടി എത്തേണ്ടതുണ്ട്. ഓക്കെ, കുറച്ചുകൂടി. ഓക്കെ, ഇനി നമ്മുടെ വീഡിയോ ഇപ്പം എല്ലാം ആയിട്ടുണ്ട്. ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു വീഡിയോ ആഡ് ചെയ്തു, ഫ്രെയിം ആഡ് ചെയ്തു, ഇതിൽ ഇമേജ് ആഡ് ചെയ്തു. ഇനി സ്ക്രീനിൽ വരുവാനുള്ള ഇമേജ് നമ്മൾ കൊടുക്കുകയാണ്. ഞാൻ സാധാരണയായിട്ട് ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ ലോഗോയാണ് അവിടെ കൊടുക്കുക. അതും നമുക്ക് ആവശ്യമായിട്ടുള്ള വലിപ്പത്തിൽ സ്ക്രീനിൽ പ്ലേസ് ചെയ്യുന്നു. ഇതിനുശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ ഓവറോൾ ആനിമേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇൻ ആനിമേഷൻ, ഔട്ട് ആനിമേഷൻ ഉണ്ട്. ഓവറോൾ ആനിമേഷനാണ് നമ്മൾ എടുത്തത്. അതിൽ സ്ക്വിഷിങ് എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അത് ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അതിന് ശ്രദ്ധിക്കുക, 5 സെക്കൻഡ് മാത്രമേ ദൈർഘ്യമുള്ളൂ. അപ്പോൾ അതും നമ്മുടെ വീഡിയോയ്ക്കൊപ്പം എത്തുന്നതിനായിട്ട് ടൈം ലൈനിൽ എക്സ്റ്റെൻഡ് ചെയ്ത് വീഡിയോയ്ക്ക് ഒപ്പം എത്തിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പല ലെയറുകളായി നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തു. ഇമേജ് ആഡ് ചെയ്തു, ഓഡിയോ ആഡ് ചെയ്തു, വീഡിയോ ആഡ് ചെയ്തു, ഒബ്ജക്റ്റുകൾക്ക് ആനിമേഷനുകൾ വേണമെങ്കിൽ കൊടുക്കാം. ഓഡിയോ ഫയൽ അവസാനം അല്പം നീണ്ടു നിൽപ്പുണ്ട്, അത് വേണമെങ്കിൽ കട്ട് ചെയ്യാം. കാരണം ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് വർക്കാകത്തില്ല. അതുകൊണ്ട് അത്രയും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ബാക്ക്ഗ്രൗണ്ടിനൊപ്പം എത്തിച്ചാൽ മതിയാവും. ഇവിടെ കുഴപ്പമില്ലാതെ നമ്മുടെ വീഡിയോ ആയിട്ടുണ്ട്. ഇനി ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമുക്കിത് MP4 ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അവിടെ നമുക്ക് പല ഓപ്ഷനുകളുണ്ട്. സാധാരണയായിട്ട് ഞാൻ എടുക്കുന്നത് 1080p 30 ഫ്രെയിംസ് എന്നതാണ്. അതിനുശേഷം എക്സ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് നമ്മുടെ ഫയലിൻ്റെ സൈസ് അനുസരിച്ച് സമയം കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. എക്സ്പോർട്ട് ചെയ്യുന്നു. എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് തന്നെ അവിടെ വീണ്ടും ഒരു ഷെയർ ബട്ടൺ നമുക്ക് ലഭിക്കുന്നതാണ്. അവിടെ നിന്ന് നേരിട്ട് നമുക്കത് ക്ലിക്ക് ചെയ്താൽ ഫേസ്ബുക്ക്, യൂട്യൂബ് എന്നീ നവമാധ്യമങ്ങളിലേക്ക് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും.
നേരത്തെ കണ്ട അതേ രീതിയിൽ എപ്രകാരമാണ് ഈ ഡബിൾ റോൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത്.
ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ. ഹലോ സാർ, എന്താ പരിപാടി? പുതിയ വീഡിയോ ഷൂട്ടാണോ? പുതിയ വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ വളരെ രസകരമായി ആസ്വദിച്ചു എന്ന് കരുതുന്നു. ഇതേ ടെക്നിക്ക് പ്രയോജനപ്പെടുത്തി നിങ്ങൾ ഈ വീഡിയോ നിർമ്മിക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ടിപ്സ് ആൻഡ് ട്രിക്സ് സേയിങ് ഗുഡ് ബൈ.